കാതോരം നവജാത ശിശുക്കളിൽ കേൾവി വൈകല്യം കണ്ടെത്തി മുൻകരുതലെടുക്കാനുള്ള പദ്ധതിയാണ് കാതോരം. അടുത്തത് ആശ്വാസം ക്ലിനിക്ക്. മാനസികമായും വൈകാരികമായും പിരിമുറുക്കം അനുഭവപ്പെടുന്നവർക്ക് ആശ്വാസമേകാൻ PHCകളിലും മറ്റ് ഗവൺമെൻറ് ആശുപത്രികളിലും ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസം ക്ലിനിക്ക്. ശ്വാസ് COPD ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കി പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള പദ്ധതിയാണ് ശ്വാസ്. COPD എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് വെച്ചാൽ ശ്വാസകോശ സംബന്ധമായ ഒരു രോഗാവസ്ഥയാണ് COPD. ആരോഗ്യ കിരണം. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ ഗവൺമെൻറ് ആശുപത്രികളിൽ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യ കിരണം. അടുത്തത് അമ്മ മനസ്സ്. ഗർഭകാലത്തും ഡെലിവറിക്ക് ശേഷവും മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് ആശ്വാസം പകരാനുള്ള പദ്ധതിയാണ് അമ്മ മനസ്സ്. അടുത്തത് സമ്പൂർണ്ണ മാനസിക ആരോഗ്യം. മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടുന്നവർക്ക് കൗൺസിലിംഗ് നൽകാനുള്ള പദ്ധതിയാണിത്. ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് 2013 ശ്രുതി തരംഗം. കേൾവി വൈകല്യമുള്ള 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നടത്താനുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം. അടുത്തത് സഹിതം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാനസികമായും വൈകാരികമായും സപ്പോർട്ട് നൽകാനുള്ള പദ്ധതിയാണ് സഹിതം. ഓപ്പറേഷൻ വാത്സല്യ. കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. 2015 ഒക്ടോബർ 9 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. ആയുർദളം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട് ജില്ലയിലാണ്. സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യവും സന്തോഷപൂർണവുമായ ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് സനാഥ ബാല്യം. സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കനിവ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക്, അതേപോലെ തന്നെ കിടപ്പിലായവർ, രോഗികൾ, ഇവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കനിവ്. ആശ്വാസകിരണം. കിടപ്പിലായ രോഗികൾ, മറ്റ് രോഗങ്ങളാൽ വലയുന്നവർ, ഇവരെ പരിചരിക്കുന്നവർക്ക് സഹായധനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. സമാശ്വാസം. വൃക്ക രോഗികൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. അഗ്നി. പ്രായോഗികമായ ആയുർവേദ ചികിത്സയ്ക്കായി ആയുഷ് മന്ത്രാലയം നടപ്പിലാക്കിയ പദ്ധതിയാണ് അഗ്നി. വയോമിത്രം. 65 വയസ്സ് കവിഞ്ഞവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. ദിശ. ദിശാബോധം തെറ്റായ കുട്ടികൾ, യുവാക്കൾ എന്നിവർക്ക് കൗൺസിലിംഗ് നൽകുന്ന പദ്ധതിയാണ് ദിശ. തെങ്ങിനു തടം മണ്ണിനു ജലം. ജലസംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ഒരു കേരള ഗവൺമെൻറ് പദ്ധതിയാണ് തെങ്ങിനു തടം മണ്ണിനു ജലം. തൊഴിലാളിക്കൊരു തെങ്ങ്. തരിശുഭൂമിയിൽ തെങ്ങുതൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് തൊഴിലാളിക്കൊരു തെങ്ങ്. കേരളം സമുദ്രകേരളം പദ്ധതിക്കു കീഴിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. നീലക്കുറിഞ്ഞി. ഹരിത കേരളം ബയോഡൈവേഴ്സിറ്റി നോളജ് സെൻറ്റർ അറിയപ്പെടുന്നത് കിസാൻ അഭിമാൻ. 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് പ്രതിമാസം 300 രൂപ സഹായധനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കിസാൻ അഭിമാൻ. കാവൽ മരം. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് കാവൽ മരം. എൻ്റെ മരം. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും വനവൽക്കരണത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ മരം. ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച ഒരു പദ്ധതിയാണ് എൻ്റെ മരം. നമ്മുടെ മരം. കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളുമായി പങ്കുചേർന്ന് വനം വകുപ്പ് വനവൽക്കരണത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണിത്. വഴിയോരത്തണൽ. ഇന്ത്യയുടെ വിസ്തൃതിയുടെ 1/3 ഭാഗം വനം വേണമെന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. നീരുറവ്. ഹരിത കേരള മിഷന്റെയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണിത്.
മണ്ണ്, ജലം എന്നിവയുടെ സംരക്ഷണമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളം തണ്ണീർത്തടത്താണ് ഈ ഒരു പദ്ധതി ആദ്യമായി ആരംഭിച്ചത്. ഇനി ഞാൻ ഒഴുകട്ടെ. നദികളിലെ നീരൊഴുക്ക് കണ്ടെത്തി വീണ്ടെടുക്കുകയും നദികളെ പുനരുജ്ജീവിപ്പിക്കുകയുമാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. തെളിനീരൊഴുകും നവകേരളം. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാനും വൃത്തിയായി സൂക്ഷിക്കാനുമുള്ള ഒരു പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. പച്ചത്തുരുത്ത് പദ്ധതി. ലഭ്യമായ സ്ഥലങ്ങളിലെല്ലാം തനതായ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് പ്രകൃതിദത്തമായ വനമാതൃകകൾ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനുമുള്ള പദ്ധതിയാണ് പച്ചത്തുരുത്ത് പദ്ധതി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 15 ഈ ഒരു പദ്ധതി ഉൾപ്പെടുന്നത്. ടാർഗറ്റ് 15.2, 13.2 എന്നിവയുടെ ഭാഗമാണ് ഈ പദ്ധതി.